നമസ്കാരം. ഹൈജീനിക്സ് ലൈഫ് റീജുവനേഷൻ നേച്ചർ ക്യാമ്പിലെ ഭക്ഷണം എന്താണ്, എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നൽകുക എന്നുള്ള കാര്യം ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി, അതിനൊപ്പം ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിത രീതി, ആരോഗ്യകരമായ പരിസ്ഥിതി തുടങ്ങിയ കാര്യങ്ങളുടെ പ്രാധാന്യം, നമ്മുടെ ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിൽ ഇവയുടെ പ്രാധാന്യം, ലൈഫ് സ്റ്റൈൽ മെഡിസിൻ, ഡയറ്ററി മെഡിസിൻ, അതേപോലെ തന്നെ എൻവയോൺമെൻറ്റൽ മെഡിസിൻ തുടങ്ങിയിട്ടുള്ള ശാസ്ത്രശാഖകൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ഗവേഷണ മേഖലകളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ക്യാമ്പിൽ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഡയറ്ററി മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുമ്പോൾ ഭക്ഷണമാകട്ടെ നിൻ്റെ ഔഷധം എന്നുള്ള രീതിയിൽ ഹിപ്പോക്രാറ്റസിൻ്റെ ഒരു വചനം എല്ലാവരും നമ്മൾ പറയാറുണ്ട് അല്ലേ. ഭക്ഷണമായിരിക്കട്ടെ നിങ്ങളുടെ ഔഷധം എന്നുള്ള രീതിയിൽ. അതായത് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നിങ്ങളുടെ രോഗങ്ങളെ പ്രതിരോധിക്കാനായാലും രോഗങ്ങളെ മാറ്റിയെടുക്കാനായാലും ആരോഗ്യം നിലനിർത്താനായാലും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റാണത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ സാധ്യമാണോ എന്നുള്ളതാണ്. ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ അത് സാധ്യമാണോ? സാധ്യമാണ്. ന്യൂട്രീഷണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് രോഗങ്ങളെ പ്രിവെൻറ്റ് ചെയ്യാനും രോഗങ്ങളെ റിവേഴ്സ് ചെയ്യാനും സാധിക്കുമെന്ന് നിരവധി പഠനങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രമേഹം പോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോള്, അല്ലെങ്കിൽ അമിത ശരീരഭാരം, ഓവർ വെയ്റ്റ്, പൊണ്ണത്തടി തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളും, കിഡ്നി രോഗങ്ങൾ, കരൾ രോഗങ്ങൾ, ഹൃദ്രോഗങ്ങൾ, സ്ട്രോക്ക്, ഈവൻ ക്യാൻസർ പോലെയുള്ള രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ ഭക്ഷണ രീതിയുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പിൽ നിങ്ങളെ പരിശീലിപ്പിക്കുന്നത് ഏതൊരു സാധാരണക്കാരനും ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ആരോഗ്യ ഭക്ഷണ രീതിയാണ് ക്യാമ്പിൽ നിങ്ങളെ പഠിപ്പിക്കുന്നതും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് ഭക്ഷണങ്ങളുണ്ടല്ലോ അല്ലേ. മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്നെല്ലാം ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഡയറ്ററി ഫൈബർ, ആവശ്യമുള്ള ആൻറ്റി ഓക്സിഡൻസ്, ഇതെല്ലാം ബാലൻസ്ഡ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഓരോ സോഴ്സിനെയും ഓരോ ഭക്ഷണത്തെയും എങ്ങനെ ഉപയോഗിക്കാമെന്ന് നിങ്ങളെ പഠിപ്പിക്കുകയും അത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ് ക്യാമ്പിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ശീലിച്ചു വന്നിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ അതെങ്ങനെയാണ് ആരോഗ്യകരമായ, അതിൻ്റെ ഒരു കോമ്പോസിഷൻ എങ്ങനെയാണ് ഒരു ആരോഗ്യകരമായ രീതിയിൽ ഇതെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് നമുക്ക് കഴിക്കാൻ പറ്റുക. അപ്പോൾ കാർബോഹൈഡ്രേറ്റിന് വേണ്ടിയിട്ടുള്ള ധാന്യാഹാരം, അതേപോലെ തന്നെ പ്രോട്ടീന് വേണ്ടിയിട്ടുള്ള വെജിറ്റേറിയൻ സോഴ്സുകൾ, പയർവർഗ്ഗങ്ങൾ, അണ്ടിവർഗ്ഗങ്ങൾ തുടങ്ങിയവ, അല്ലെങ്കിൽ നോൺ വെജ് സോഴ്സുകൾ, മീൻ, മുട്ട, ഇറച്ചി, അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഡയറ്ററി ഫൈബർ, അതുപോലെ തന്നെ വൈറ്റമിൻസ്, മിനറൽസ് എല്ലാം തരാൻ കഴിയുന്ന ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. വൈറ്റമിൻസ്, മിനറൽസ് മറ്റ് ഭക്ഷണങ്ങളിലും ഉണ്ട്, എന്നാലും കൂടുതലായിട്ട് ലോ കലോറിയിൽ നമുക്ക് തരാൻ കഴിയുന്ന ഫുഡ് സോഴ്സസ് ആണ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും. അതിനെ പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്നാണ് ന്യൂട്രീഷൻ സയൻസിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്തുകൊണ്ട് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതുപോലെ തന്നെ നട്ട്സ്, പിന്നെ കൂടാതെ ധാന്യാഹാരം, പയറുവർഗ്ഗങ്ങൾ, പിന്നെ ഇലക്കറികൾ, പിന്നെ പയറുവർഗ്ഗങ്ങൾ, നോൺ വെജ് സോഴ്സസ്, അതുപോലെ തന്നെ തൈര് പോലെയുള്ള പാലുൽപ്പന്നങ്ങൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ഭക്ഷണ രീതിയാണ് ക്യാമ്പിൽ പ്രാക്ടീസ് ചെയ്യുക. ഒരു ഹെൽത്തി ബാലൻസ്ഡ് ഫുഡാണ് ക്യാമ്പിൽ നൽകുക. വെജിറ്റേറിയൻ ഓപ്ഷൻ ചെയ്യുന്നവർക്ക് വെജിറ്റേറിയൻ ഉണ്ടാവും. വെജിറ്റേറിയൻ ആയിട്ട് തന്നെ കുറേ കാലങ്ങളായിട്ട് ശീലിച്ചിട്ടുള്ള ആൾക്കാർക്ക്, നോൺ വെജ് തീരെ കഴിച്ചിട്ടില്ലാത്ത ആൾക്കാർക്ക് വെജിറ്റേറിയൻ ഫുഡുകളുടെ ചോയ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നോൺ വെജ് കൂടി ചേർത്ത് കഴിക്കുന്ന ആളുകൾക്ക് അതുകൂടി നൽകുന്നതാണ്. ഓക്കെ, അതിനൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിലും നമുക്ക് ചെയ്യേണ്ടി വരുന്ന ചില തെറാപ്യൂട്ടിക് ഡയറ്റുകൾ, അതായത് ചില അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അസുഖങ്ങളെ മാനേജ് ചെയ്യേണ്ടത്, ഓക്കെ, അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്യൂട്ടിക് ഡയറ്റ് പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതും ക്യാമ്പിൽ നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ആർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ കഴിഞ്ഞ 10 വർഷത്തിൽ മേലെയായി നടത്തുന്ന ക്യാമ്പുകളിൽ ഓരോ ക്യാമ്പിലും വരുന്ന ആളുകൾ വളരെ സന്തോഷത്തോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അവരെല്ലാം 4ാമത്തെ ദിവസം ക്യാമ്പ് കഴിഞ്ഞ് പോകുമ്പോൾ ഏറ്റവും വലിയൊരു അനുഭവം അവർ പറയുന്നത് പ്രധാനമായിട്ടും ക്ലാസ്സിനെ കുറിച്ചിട്ടും അവർക്ക് കിട്ടിയ ഭക്ഷണത്തിൻ്റെ ഒരു എക്സ്പീരിയൻസുമാണ്. അപ്പം ഇതൊന്നും ആർക്കും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പിന്നെ പ്രായോഗികമല്ലാത്തൊരു ഭക്ഷണ രീതി നമ്മൾ ക്യാമ്പിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നേ ഇല്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ ശീലങ്ങളനുസരിച്ച്, നിങ്ങളുടെ രുചിഭേദങ്ങളനുസരിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ശരീരത്തിൻ്റെ പ്രകൃതി അനുസരിച്ചിട്ട് നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവർക്ക് അതിനെ മാനേജ് ചെയ്യും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക്, ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ തുടങ്ങിയിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ, അല്ലെങ്കിൽ വൃക്കരോഗങ്ങളോ കരൾ രോഗങ്ങളോ ഹൃദ്രോഗങ്ങളോ സ്ട്രോക്കോ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ഇവർക്കൊക്കെ ആ രോഗങ്ങളെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള
ഒരു ഡയറ്റ് പ്രാക്ടീസും ക്യാമ്പിൽ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ഇനി രോഗങ്ങളൊന്നുമില്ല, ഒരു പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് ഈ രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഡയറ്റ് പ്രാക്ടീസ് ഉണ്ട്. രോഗങ്ങളുള്ളവർക്ക് അതിനെ മാറ്റിയെടുക്കാൻ റിവേഴ്സ് ചെയ്യാനുള്ള ഡയറ്റ് പ്രാക്ടീസസ് ക്യാമ്പിലുണ്ട്. ഇനി സാധാരണ രീതിയിലുള്ള നോർമൽ ഫുഡ് നമ്മുടെ സാധാരണ ഞാൻ അത്യാവശ്യം ഹെൽത്തിയാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് എക്സസൈസും എല്ലാം ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ ആ രീതിയിലുള്ള ഒരാൾക്ക് എങ്ങനെ ഭക്ഷണം കഴിക്കാം, അതിൻ്റെ ഒരു ഡയറ്റ് പ്രാക്ടീസും ക്യാമ്പിലുണ്ടാവും. അതായത് ഒരു ഹെൽത്തി, നിങ്ങൾക്കൊരു ലോങ് ടേമിൽ നിങ്ങളുടെ ജീവിതം മെമ്പാടും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സാധാരണക്കാരൻ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണരീതിയും ക്യാമ്പിലുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ട, നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന രീതിയിൽ തന്നെ. എന്നാൽ ഇത് ക്യാമ്പിൽ മാത്രം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതും വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുമല്ല. നമുക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, നമുക്കൊരു ലോങ് ടേമിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം മാത്രമേ നമ്മുടെ ലൈഫിൽ നമുക്ക് പ്രായോഗികമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല അത് വളരെ ഈസി ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം, അത്യാവശ്യം ടേസ്റ്റി ആയിരിക്കണം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞ ആളുകളുടെ ഒരു ധാരണ ഈ വളരെ എന്താ പറയേണ്ടത്, രുചിയൊന്നും ഇല്ലാത്ത കുറേ ഭക്ഷണങ്ങൾ കഴിക്കുക, അല്ലെങ്കിൽ വേവിക്കാത്ത ആഹാരങ്ങൾ മാത്രം കഴിക്കുക, അല്ലെങ്കിൽ കുറേ പച്ചക്കറി വെട്ടിയരിഞ്ഞ് കഴിക്കുക, അല്ലെങ്കിൽ വെറുതെ പുഴുങ്ങി കഴിക്കുക, അങ്ങനെ ഒരു ധാരണയാണ് പൊതുവെ ആളുകൾക്കുള്ളത്. അങ്ങനെയല്ല. ഓക്കെ, നമ്മൾ നമ്മുടെ രുചിയെ കൂടി തൃപ്തിപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കണം ഭക്ഷണം, രുചികരമായ ഭക്ഷണം തന്നെയായിരിക്കണം നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കത് തുടരാൻ പറ്റില്ല. അപ്പോൾ രുചികരമായ ഭക്ഷണം, അതും ആരോഗ്യത്തെ കൂടി ഉറപ്പുവരുത്തുന്ന രീതിയിൽ. ഓക്കെ, ആരോഗ്യകരമായ ഭക്ഷണങ്ങളെ രുചികരമാക്കി മാറ്റിയെടുക്കണം, അതുപോലെ തന്നെ രുചികരമായ ഭക്ഷണങ്ങളെ ആരോഗ്യകരമാക്കി മാറ്റിയെടുക്കണം. രണ്ടും കൂടി ചേർന്ന് വരുന്ന രീതിയിലായിരിക്കണം. ഇതിനാവശ്യമായിട്ടുള്ള ഒരു ആരോഗ്യകരമായിട്ടുള്ള പാചക രീതി നിങ്ങളെ പഠിപ്പിക്കും. ഒരുപാട് റെസിപ്പികൾ ക്യാമ്പിൽ പഠിപ്പിക്കുകയും ക്യാമ്പിൽ നമുക്ക് ഈ 3 ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സംഭവങ്ങൾ നമ്മൾ വന്ന് പ്രാക്ടീസ് ചെയ്യും. അതിനപ്പുറത്തുള്ള കുറേ റെസിപ്പികൾ നിങ്ങൾക്ക് നൽകും. അത് നമുക്ക് നമ്മുടെ ഒരു ഓൺലൈൻ ഫോളോ അപ്പ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു 50-ൽ മേലെ ഭക്ഷണങ്ങളുടെ റെസിപ്പികൾ നൽകും. അത് ക്യാമ്പിൽ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യും. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ക്യാമ്പിൽ പഠിപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല അതിൻ്റെ കുറിപ്പുകൾ റെസിപ്പികളായിട്ട് നൽകുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഭക്ഷണത്തെക്കുറിച്ച് യാതൊരു ആശങ്കകളും വേണ്ട. വെജിറ്റേറിയൻ ആയ ആളുകൾക്ക് വെജിറ്റേറിയൻ ഭക്ഷണം ഉണ്ടായിരിക്കും, നോൺ വെജ് കൂടി കഴിക്കുന്ന ആളുകൾക്ക് നോൺ വെജ് ഭക്ഷണം കൂടി ഉണ്ടായിരിക്കും. പക്ഷേ നോൺ വെജ് ഭക്ഷണം നമുക്ക് എല്ലാ സമയത്തും ഉണ്ടാവില്ല കേട്ടോ. അത് 1-2 നേരത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും അത് പ്രാക്ടീസും കൂടി ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു ഡയറ്റ് മെത്തേഡ് ഉണ്ടാവും. പിന്നെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെപ്പോഴും പറയുന്ന നമ്മൾ വണ്ടിയൊക്കെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 മാസം 6 മാസമൊക്കെ കൂടുമ്പോൾ വണ്ടി സർവീസ് ചെയ്യും, മെയിൻ്റനൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ശരീരത്തിന് പൂർണ്ണമായിട്ടൊരു ഫിസിയോളജിക്കൽ റെസ്റ്റ് കൊടുത്തുകൊണ്ട് ശരീരത്തെ ഹീൽ ചെയ്യാൻ, ശരീരത്തിന് ഇതുവരെയുള്ള കേടുപാടുകളെയൊക്കെ മാറ്റിയെടുക്കാൻ, നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ട് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുള്ള നമ്മുടെ ആന്തരിക അവയവങ്ങളിലും കരളിലും എല്ലാം കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടുണ്ടാവും ആധുനികമായിട്ടുള്ള ജീവിത രീതിയിൽ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ, ആ ഫാറ്റിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനുള്ള രീതിയിലുള്ള ലോ കലോറി ഡയറ്റ് പ്രാക്ടീസസും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുകയും ക്യാമ്പിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ കൃത്യമായിട്ടുള്ള യോഗ വ്യായാമ പരിശീലനങ്ങൾ ഉണ്ടാവും, ഒരു ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിത രീതിയുടെ പരിശീലനം ഉണ്ടാവും. അപ്പോൾ ഒരു ആശങ്കകളും ഇല്ലാതെ വരിക. നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു അനുഭവമാണ് ക്യാമ്പിൽ ഈ ഭക്ഷണത്തിലൂടെ തന്നെ നമ്മൾ നൽകുക. അപ്പോൾ എല്ലാവരും ഇത് അനുഭവിച്ചറിയാൻ ക്യാമ്പിലേക്ക് വരിക. നന്ദി.